ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നവംബർ 25 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 6th മീറ്റിംഗ് ഓഫ് ASEAN India ട്രേഡ് ഇൻ ഗുഡ്സ് എഗ്രിമെൻറ്റ് ജോയിൻറ്റ് കമ്മിറ്റി ഹെൽഡ് ഇൻ ന്യൂഡൽഹി. The 6th ASEAN India Trade in Goods Agreement Joint Committee and related meetings for discussions on the review of the AITIGA were held from November 15 to 22nd 2024 in Vanijya Bhavan, New Delhi. അപ്പോൾ 6th മീറ്റിംഗ് ഓഫ് ASEAN India ട്രേഡ് ഇൻ ഗുഡ്സ് എഗ്രിമെൻറ്റ് ജോയിൻറ്റ് കമ്മിറ്റി മീറ്റിംഗ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Government directs EPFO to ensure UAN activation for employees through Aadhaar-based OTP. അപ്പോൾ ഗവൺമെൻറ് EPFOനെ ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് ടു എൻഷ്യൂർ UAN ആക്ടിവേഷൻ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എംപ്ലോയീസ് ത്രൂ ആധാർ ബേസ്ഡ് OTP, ആധാർ ലിങ്ക്ഡ് നമ്പറിലേക്ക് OTP വരും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു UAN വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് EPFOന് ഒരു ഡയറക്ഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. S&P ഗ്ലോബൽ റിവൈസസ് ഇറ്റ്സ് ഔട്ട്ലുക്ക് ഓൺ 3 അദാനി എൻറ്റിറ്റീസ് ടു നെഗറ്റീവ്. അപ്പോൾ S&P റേറ്റിംഗ് ഏജൻസിയാണ് S&P ഗ്ലോബൽ എന്ന് പറയുന്നത്. അപ്പോൾ S&P ഗ്ലോബൽ അവരുടെ ഔട്ട്ലുക്ക് ഓൺ 3 അദാനി എൻറ്റിറ്റീസിനെ നെഗറ്റീവിലേക്ക് മാറ്റിയിരിക്കുകയാണ്, റിവൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. Rating agency S&P Global on Friday revised its outlook on 3 Adani Group entities to negative, a day after the news that US Department of Justice has leveled corruption charges against Chairman Gautam Adani and 7 others broke out. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ബാക്കി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. S&P ഗ്ലോബൽ കട്ട് ദ ഔട്ട്ലുക്ക് ഓൺ അദാനി ഇലക്ട്രിസിറ്റി മുംബൈ ലിമിറ്റഡ്, അതായത് അദാനി ഇലക്ട്രിസിറ്റി, പിന്നെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്, അദാനി പോർട്സ് എന്ന് അറിയപ്പെടുന്ന അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്, പിന്നെ ആൻഡ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് റെസ്ട്രിക്റ്റഡ് ഗ്രൂപ്പ് 2 വിച്ച് ഈസ് എ സബ്സിഡറി ഓഫ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. അദാനി ഗ്രീൻ എനർജിയുടെ ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡറിയാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് റെസ്ട്രിക്റ്റഡ് ഗ്രൂപ്പ് 2. അപ്പോൾ അതിനൊക്കെയാണ് ഇപ്പോൾ നെഗറ്റീവ് ആക്കിയിരിക്കുന്നത് S&P ഗ്ലോബൽ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അതിൻ്റെ റേറ്റിങ്ങിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ദ ഫേം അഫേംഡ് റേറ്റിംഗ് ഓൺ 3 അദാനി ഗ്രൂപ്പ് എൻറ്റിറ്റീസ്, അദാനി ഇലക്ട്രിസിറ്റി ആൻഡ് അദാനി പോർട്സ് ക്യാരി BBB നെഗറ്റീവ് റേറ്റിംഗ്, വൈൽ AGEL ഇലക്ട്രിസിറ്റിയുടെ കാര്യമാണ് പറയുന്നത്, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിൻ്റെ RG2 അതായത് റെസ്ട്രിക്റ്റഡ് ഗ്രൂപ്പ് 2 ഹാസ് BB+ ഇഷ്യൂ റേറ്റിംഗ് ആണ് ഉള്ളത്. പിന്നെ ഇറ്റ് ഓൾസോ അഫേംഡ് BB റേറ്റിംഗ് ഓൺ നോർത്ത് ക്വീൻസ്ലാൻഡ് എക്സ്പോർട്ട് ടെർമിനൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI ലോഞ്ചസ് ലോ കോസ്റ്റ് ടൈലേർഡ് വെഹിക്കിൾ ലോൺ ഫോർ ഊബേഴ്സ് ഫ്ലീറ്റ് പാർട്ട്നേഴ്സ്. അപ്പോൾ SBI ലോ കോസ്റ്റ് ടൈലേർഡ് വെഹിക്കിൾ ലോണാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഊബേഴ്സിൻ്റെ ഫ്ലീറ്റ് പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. India's largest lender, State Bank of India, has launched a low-cost customized vehicle loan product for Uber's fleet partners. The customized loan will enable low-cost tailored financing solutions as well as hassle-free disbursement. The collaboration is aimed at supporting both new and existing Uber fleet partners, helping them expand their business. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലീഡ്സ് ഗ്ലോബൽ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. ഇന്ത്യ റാങ്ക്സ് 49th. അപ്പോൾ USA ആണ് നമ്പർ 1. USA ലീഡ്സ് ഗ്ലോബൽ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ നമ്പർ 1 USA ആണ്. ഇന്ത്യയുടെ റാങ്ക് 49th ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
Author Ashok Gopal wins Kamala Devi Chattopadhyay NIF Book Prize for B.R. Ambedkar's biography. അപ്പോൾ ഓതറായ അശോക് ഗോപാലിന് കമലാദേവി ചട്ടോപാധ്യായ് NIF ബുക്ക് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. B.R. അംബേദ്കറിൻ്റെ ബയോഗ്രഫി എഴുതിയതിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. റൈറ്റർ അശോക് ഗോപാൽ ഹാസ് വൺ ദ കമലാദേവി ചട്ടോപാധ്യായ് NIF ബുക്ക് പ്രൈസ് ഫോർ ഹിസ് ബയോഗ്രഫി എ പാർട്ട് ദ ലൈഫ് ആൻഡ് തോട്ട് ഓഫ് B.R. അംബേദ്കർ. അതാണ് അതിൻ്റെ ഫുൾ ഫോം. The New India Foundation published by Navayana. The book delivers a vivid account of Ambedkar's life journey from facing systemic oppression to shaping India's constitution as an advocate for marginalized communities. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വായിച്ചു നോക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഫ്ലിപ്കാർട്ട്സ് ബിന്നി ബൻസാൽ സ്റ്റെപ്സ് ഡൗൺ ഫ്രം ഫിൻടെക് മേജർ ഫോൺ പേ ബോർഡ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബിന്നി ബൻസാൽ ഫിൻടെക് മേജർ ഫോൺ പേ ബോർഡിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. എബൌട്ട് 10 months ആഫ്റ്റർ സ്റ്റെപ്പിംഗ് ഡൗൺ ഫ്രം ഫ്ലിപ്കാർട്ട് ബോർഡ്. അപ്പോൾ 10 മാസം മുമ്പാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തത്. Its co-founder Binny Bansal on Friday exited from the board of PhonePe, a payments company incubated by the e-commerce giant. Bansal had quit Flipkart in January this year, citing conflict of interest after he had launched his new venture OpDoor. അപ്പോൾ പുതിയ വെഞ്ചർ ഓപ്ഡോർ ലോഞ്ച് ചെയ്തു. അപ്പോൾ ബൻസാൽ ഫ്ലിപ്കാർട്ടിലായിരുന്നു ആദ്യം. അതൊന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു ഈ ജാനുവരിയിൽ. എന്നിട്ട് അതിൻ്റെ ശേഷം ഫോൺ പേ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഫോൺ പേയിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ 2022 ഫ്ലിപ്കാർട്ട് ആൻഡ് ഫോൺ പേ അനൗൺസ്ഡ് ദ കംപ്ലീറ്റ് ഓണർഷിപ്പ് സെപ്പറേഷൻ ഓഫ് എ ഫിൻടെക് കമ്പനി അലൗവിംഗ് ബോത്ത് കമ്പനീസ് ടു ഓപ്പറേറ്റ് ആസ് ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സോണി ബാഗ്സ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മീഡിയ റൈറ്റ്സ് ടിൽ 2031 ഫോർ $170 million. അപ്പോൾ സോണിയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മീഡിയ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. $170 million ഇത് വാങ്ങിയിരിക്കുന്നത്. 2031 വരെയുള്ള റൈറ്റ്സ് ആണ് ഇപ്പോൾ സോണിക്ക് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അനൗൺസ്ഡ് ദാറ്റ് സോണി പിക്ചേഴ്സ് നെറ്റ്വർക്ക്സ് ഇന്ത്യ is a part of Japan Sony Group Corporation had bagged the media rights for all ACC tournaments from 2024 to 2031. The deal includes broadcasting and digital rights for all ACC tournaments over the next 8 years. അടുത്ത 8 വർഷത്തേക്കാണ് ഇത് നേടിയിരിക്കുന്നത്. ദ ഡീൽ ഇൻക്ലൂഡ്സ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് ആണ് നേടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. COP29 World leaders commit to $1.3 trillion Baku finance goal for climate action by 2035. അപ്പോൾ വേൾഡ് ലീഡേഴ്സ് $1.3 trillion ബക്കു ഫിനാൻസ് ഗോളാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ ബൈ 2035 ആകുമ്പോഴേക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കാം എന്താണെന്ന്. അപ്പോൾ അറ്റ് COP29 ഇൻ ബക്കു അസർബൈജാൻ. ബക്കു എന്ന് പറയുന്ന അസർബൈജാൻ്റെ ക്യാപിറ്റലാണ് ബക്കു. സോ വേൾഡ് ലീഡേഴ്സ് എഗ്രീഡ് ഓൺ ദ ബക്കു ഫിനാൻസ് ഗോൾ കമ്മിറ്റിംഗ് $1.3 trillion ഇൻ ക്ലൈമറ്റ് ഫിനാൻസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ബൈ 2035. This includes a core annual target of $300 billion, tripling the previous $100 billion goal. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഗോൾ $100 billion ഗോളായിരുന്നു. ഇപ്പോൾ $300 billion ആയി ഗോള്. So the major key outcomes of a Baku finance goal included finalization of Article 6 on carbon markets, potentially channeling $1 trillion annually by 2050, and steps to operationalize the loss and damage fund with a distribution set to begin in 2025 with commitments to enhance transparency
ആൻഡ് അഡാപ്റ്റേഷൻ മെഷേഴ്സ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ വേൾഡ് ലീഡേഴ്സ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് $1.3 ട്രില്യൺ ബക്കു ഫിനാൻസ് ഗോൾ ഫോർ ക്ലൈമറ്റ് ആക്ഷനാണ് 2035 ആകുമ്പോഴേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് കോ ജോയിൻഡ് ട്വിൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 24 നവംബർ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. റെക്കഗ്നൈസിങ് ദാറ്റ് ദ കേസ് ഓഫ് കോ ജോയിൻഡ് ട്വിൻസ് ഈസ് എ റെയർ കണ്ടീഷൻ വേർ ദ എസ്റ്റിമേറ്റഡ് ഇൻസിഡൻസ് ക്യാൻ ബി 1 in 50,000 births. The General Assembly decided to proclaim 24th November as a World Co-Joined Twins Day. The Assembly emphasized the need to address the condition of co-joined twins by raising awareness of their cases at all levels and through a life course approach in cooperation with the relevant United Nations agencies and other stakeholders, as well as by advocating for their well-being and social inclusion while taking into account relevant agreed international standards. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Majority 55% of Indian economy continues to grow positively. HSBC Global Research. അപ്പോൾ മജോറിറ്റി 55% ഓഫ് ഇന്ത്യൻ എക്കണോമി കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്, പോസിറ്റീവായിട്ട് ഗ്രോ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. HSBC ഗ്ലോബൽ റിസർച്ച് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ഡിസ്പൈറ്റ് ദ ഫ്ലക്ച്വേഷൻസ് മജോറിറ്റി 55% ഓഫ് ദ ഇന്ത്യൻ എക്കണോമി കണ്ടിന്യൂ ടു ഗ്രോ പോസിറ്റീവ്ലി, റിപ്പോർട്ട് ബൈ HSBC Global Research said. The report added that after a period of rapid stock market gains and impressive GDP growth, the Indian economy appears to be setting into a more moderate phase. The report, which analyzed 100 indicators of growth, added that while a majority represents a decline from 65% just a quarter ago, hinting at a cooling of sentiment, recognizing the growth in some sectors. The report adds that agriculture, with accounts for 15% of the GDP, witnessed a sign of improvements, with 60% of its indicators exhibiting a positive trend. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.